62 സങ്കീർത്തനം എടുത്തേ. സ്തോത്രം. 2-ാമത്തെ വാക്യം ദാവീദ് പറയുന്നത് ശ്രദ്ധിച്ച്. ദൈവത്തിന് സ്തോത്രം. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. 2-3 വാക്യം. 64-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. 2-3 വാക്യങ്ങൾ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിൽ നീതിയോടെ പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ ഞാൻ അകപ്പെടാതവണ്ണം എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് നിനക്കെതിരെ ആരെങ്കിലും ഒക്കെ നാവ് വാള് പോലെ മൂർച്ചപ്പെടുത്തിയാൽ നീ പേടിക്കരുത്. ബൈബിളിൽ നിനക്ക് വാക്യമുണ്ട്, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഹല്ലേലൂയ. നിനക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നെന്ന് കരുതി 1000 കുടത്തിന്റെ വാകെട്ടാം ഒരു മനുഷ്യന്റെ വായ അടയ്ക്കാൻ പറ്റത്തില്ല. പറയുന്നവൻ പറയട്ടെ. നീ വിളിച്ചു പറയേണ്ട ഒരു ദൂതുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനി നമ്മൾ ദൈവത്തിന് സ്തോത്രം. നാവിനെ കുറിച്ച് ഒത്തിരി പറയുന്നില്ല. പറയണോ? ഹല്ലേലൂയ. സ്തോത്രം. 140-ാം സങ്കീർത്തനം 3-ാം വാക്യം കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. അവർ സർപ്പം പോലെ തങ്ങളുടെ നാവിനെ കൂർപ്പിക്കുന്നു. സർപ്പം പോലെ തങ്ങളുടെ നാവിനെ കൂർപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ നോട്ടത്തിൽ ചിലരുടെയൊക്കെ നാവ് ഒരു സർപ്പം പോലെ അങ്ങ് നിൽക്കുക, മിണ്ടുന്നില്ല. നിങ്ങളുടെ ആരുടെ അല്ല, പിന്നെ വല്ലൂരും ഉണ്ടേ, മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്ന ഒരാളുടെ കുറ്റം പറയണേ, അയാളുടെ അസാന്നിധ്യത്തിൽ പറയല്ല, അയാളുടെ സാന്നിധ്യത്തിൽ പറയണം. മിണ്ടുന്നില്ല. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം ഡൈനിങ് ടേബിളിൽ ഇവിടെ പണ്ട് എഴുതി വെക്കാം, ഇവിടെ സന്നിഹിതരല്ലാത്ത ആൾക്കാരുടെ കുറ്റം പറയരുത്. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പം കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ആയതുകൊണ്ട് ഡിജിറ്റലായിട്ട് കാണിക്കുകയായിരിക്കും. പോട്ടെ, ഞാനതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്, വ്യാജം സംസാരിക്കാൻ അവർ നാവിനെ അഭ്യസിപ്പിക്കുന്നു. വ്യാജം സംസാരിപ്പാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം. അവർ ദൈവത്തിന് സ്തോത്രം നാവിനെ അഭ്യസിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യം, അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് വായിച്ചനം വായിച്ചു നിങ്ങൾ ഇരുന്ന് സ്തോത്രം ഞെളിവിരി കൊള്ളും. അതുകൊണ്ട് ഞാൻ ആ വിഭാഗം വിടുക. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പം 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ചെയ്യണം? ഒന്ന്, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെ അടക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് പോകുന്നതിന് പേര് തീരുമാനമെടുക്കണം. ഇനി ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആർക്കും ദോഷം ചെയ്യത്തില്ല. സ്വതന്ത്രം. ഞാൻ എൻ്റെ വാഗോട്ട് ഒറ്റ ദൈവദാസന്മാരുടെ കുറ്റം പറയത്തില്ല, ഒറ്റ ദൈവമക്കളുടെ കുറ്റം പറയത്തില്ല. അതെന്നാ കാര്യം? അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. കുറ്റം പറയാവുന്നവൻ എൻ്റെ അടുക്ക വന്നാൽ 5 മിനിറ്റ് കൊണ്ട് അവനെ കുറ്റം പറയാത്തവനാക്കിയിട്ട് ഞാൻ വെളിയിലിറക്കും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ കുറ്റത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാപിച്ച വിജയം.